ഹായ് ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ 2 ആഴ്ചത്തോളമായിട്ട് അലക്കിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു അലക്കാൻ പോകാം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് ഈ അലക്കണ ഈ എക്സ്പെൻസീവ് അലക്കൽ നിങ്ങളെയും കാണിച്ചു തരാമെന്ന്. നമ്മളുടെ ലോണ്ട്രി ഇരിക്കുന്നത് ഒരു ബേസ്മെൻറ്റിലാണ്. ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു കോമൺ ലോണ്ട്രി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസ്മെൻറ്റിലേക്ക് പോവാം. പുറത്താണെങ്കിൽ ഫുള്ള് മഞ്ഞാണ്, ഞങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ സ്റ്റെപ്പിലൊക്കെ മഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതുണ്ടോ, കാറിലൊക്കെ നമുക്ക് നിറച്ചും മഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ ലോണ്ട്രി റൂമിലെത്തി. ഭാഗ്യത്തിന് ഒരു ഫ്ലോർ താഴെ പോയാൽ മതി, നമുക്ക് അധികം ലോഡ് ചുമക്കണ്ട. നേരെ നമ്മൾ ലോണ്ട്രി റൂമിൽ എത്തുന്നു. എല്ലാവർക്കും ഓരോ ലോണ്ട്രി റൂമിൽ ഒരു താക്കോലുണ്ട്, അതിൽ കയറുക. പിന്നെ ഇവിടെ രാത്രി 10 മണിക്ക് ശേഷം ലോണ്ട്രി ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ ലോണ്ട്രിയുടെ ലോഷനും പിന്നെ ആവശ്യത്തിനുള്ള പൈസയായിട്ട് നമ്മൾ ലോണ്ട്രി റൂമിലെത്തിയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇടുക. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ 2 വാഷിംഗ് മെഷീനും 2 ഡ്രയറാണ് ഉള്ളത്. ഒരു തവണ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണമെങ്കിലും ഡ്രയർ ഉപയോഗിക്കണമെങ്കിലും $1 വേണം. പല സ്ഥലങ്ങളിലും ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് പഴയ ടെക്നോളജിയാണ്. സോ നമ്മൾ കോയിൻ ഇടുക. ആദ്യം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കോയിൻ ഇടുകയാണ്. $3 ഇടും. അത് കഴിഞ്ഞിട്ട് ഇത് പ്രസ് ചെയ്യുക. എന്നിട്ട് മെഷീൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. കഷ്ടകാലം എന്ന് പറയാനായിട്ട് നമുക്ക് ആ സമയത്ത് പ്രസ് ചെയ്തിട്ട് ഓണായില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക എന്നുള്ളൊരവസ്ഥയായി. പക്ഷേ ഇവിടെ ഇതിനു മുമ്പേ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നമ്മുടെ കെയർ ടേക്കറിന് മെയിൽ അയച്ചാൽ മതി, ഇങ്ങനെ $3 പോയിട്ടുണ്ട്, അപ്പോൾ അവർ റിട്ടേൺ തരും കേട്ടോ. അങ്ങനത്തെ ഇവിടെ നല്ല കുറച്ച് കൾച്ചറുണ്ട്. ഞങ്ങളത് അവിടെ ഇട്ടിട്ട് 2ാമത്തെ മെഷീൻ ഫില്ല് ചെയ്യാണ്. അവിടെ കോയിനിൽ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ലോഷൻ അഴിച്ച് എന്നിട്ട് രണ്ടും കൽപ്പിച്ച് പ്രസ് ചെയ്ത് ഭാഗ്യത്തിന് അത് വർക്കായി. അങ്ങനെ ഞാൻ ഒരു ട്രൈയും കൂടി അവിടെ നടത്താമെന്നുള്ളൊരു ഡിസിഷൻ എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കണം. ചില സമയത്ത് ഒന്നും കൂടി ട്രൈ ചെയ്താൽ ചിലപ്പോൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കറക്റ്റാണെന്നൊക്കെ നോക്കി, വെള്ളം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി, സെറ്റിങ്സൊക്കെ കറക്റ്റാണെന്നൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ $3 ഇട്ട്. അപ്പം മൊത്തം ഒരു വാഷിംഗ് മെഷീനിൽ ഒരു തവണ യൂസ് ചെയ്യാനായിട്ട് $6 ചിലവായി. രണ്ടും കൽപ്പിച്ച് ഒന്നും കൂടി ഇട്ട് പ്രസ് ചെയ്ത് ഭാഗ്യത്തിന് ഓണായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നേക്കാണ്. അപ്പം അടുത്തത് നമ്മുടെ ഡ്രൈയിങ് ആണ്. ഡ്രൈ ചെയ്യണതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഫിൽറ്ററിൽ ഡേർട്ട് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഡേർട്ട് ഉണ്ടോ എന്ന് നോക്കിയപ്പം മുന്നേ പോയ ആൾക്കാർ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ടതാണ്. നമ്മൾ നോക്കിയപ്പം അത് ക്ലീൻ ആയിട്ടുണ്ടായില്ല. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് വാഷിംഗ് മെഷീനിൽ നിന്ന് ഓരോരോ ഡ്രസ്സുകളെടുത്ത് അതിനകത്തേക്ക് ഇടുക. ഇതിപ്പം നമ്മൾ 2 തവണ വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു തവണ ഡ്രയർ യൂസ് ചെയ്തു. 2ാമത്തെ തവണ ഡ്രയർ യൂസ് ചെയ്യുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ $18 പ്ലസ് ലാസ്റ്റത്തെ $3 നമ്മളിട്ട് $21. 21 × 65 എന്ന് പറയുമ്പോൾ 1365 ഇന്ത്യൻ റുപ്പിയുടെ അലക്കലായിരുന്നു. ശുഭം.